ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പെരുന്നാളച്ച, ബഹുമാനപ്പെട്ട ആർച്ച് പ്രീസ്റ്റ്, മറ്റു വൈദികരെ, മാതാപിതാക്കളെ, സമർപ്പിതരെ, മത്സരമുള്ള കുഞ്ഞുമക്കളെ, നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ ആരംഭഭാഗത്താണ് ദൈവവചന പ്രഘോഷണത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരുങ്ങുകയായിരുന്നു. കർത്താവ് സമൃദ്ധമായിട്ട് അവിടുത്തെ വചനം നമ്മിലേക്ക് ഈ ദിവസങ്ങളിലെല്ലാം ചൊരിയുകയായിരുന്നു. ഇന്നത്തെ വായനകൾ കുടുംബങ്ങളോടും മാതാപിതാക്കളോടും പുതിയ പിറവികൾ സംഭവിക്കുന്നതിനെ കുറിച്ചുമെല്ലാമാണ്. ആദ്യത്തെ വായനയിൽ ഇസഹാക്ക് റബ്ബെക്കായെ സ്വന്തമാക്കുന്ന കാര്യമാണല്ലോ നമ്മൾ കേട്ടത്. ആ തിരുവചനത്തിൻ്റെ അവസാന ഭാഗം അവൻ അവളെ സ്നേഹിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരിശുദ്ധ ബെനഡിക്ട് പിതാവ് ഒരിക്കൽ ആ തിരുവചനത്തെക്കുറിച്ച് പറഞ്ഞു, വിവാഹം എന്ന കുദാശയിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ആ ഒറ്റ തിരുവചനത്തിൽ ഉണ്ട് എന്ന്. അവൻ അവളെ സ്നേഹിച്ചു, കർത്താവ് ഭാര്യയെ സ്നേഹിച്ചു. രണ്ടാമത്തെ വായനയിൽ സാമുവേലിന്റെ ജനനത്തിൽ ദൈവികമായ ഇടപെടലുകൾ നമ്മൾ കേൾക്കുകയായിരുന്നു. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഈശോയുടെ ജനനത്തെക്കുറിച്ചും അവിടെ സവിശേഷമായ രീതിയിൽ യോസേപ്പിനുള്ള അത്ഭുതകരമായ സ്ഥാനത്തെക്കുറിച്ചുമാണ് ദൈവത്തിൻ്റെ ദൂതൻ സംസാരിക്കുന്നത്. വലിയ ക്ലേശകരമായ മാനസികാവസ്ഥയിൽ അവരിരുവരും കഴിയുകയായിരുന്നു. മറിയം പരിശുദ്ധ റൂഹായാൽ ഗർഭിണിയായി. മിൻ റുഹാൽ കുദിശ എന്ന അരമായ ഭാഷയിൽ പറയുന്ന ആ വലിയ ദൈവിക രഹസ്യം, അത് യോസേപ്പിന് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാതെ നിന്ന ആ നിമിഷത്തെക്കുറിച്ചുള്ള ചിന്തയാണല്ലോ ഇന്ന് സുവിശേഷത്തിൽ നമുക്കായിട്ട് തന്നിരിക്കുന്നത്. യോസേപ്പ് ഒരു നിമിഷം ആലോചിച്ചു, രഹസ്യമായി ഇവളെ ഉപേക്ഷിച്ചാലോ? ഡൈവോഴ്സിന്റെ കാലഘട്ടമാണല്ലോ ഇന്ന്. സെപ്പറേഷൻസ്, വേർപെടുത്തൽ. ഒരു നിമിഷം യോസേപ്പ് ആലോചിച്ചു, ഉപേക്ഷിച്ച് പോയാലോ? പക്ഷെ പിന്നീട് ദൈവത്തിൻ്റെ ദൂതനാൽ ശക്തിപ്പെട്ടുകൊണ്ട് അദ്ദേഹം പരിപൂർണമായ സമർപ്പണം നടത്തുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത് റുഹാദ കുദിശയാലാണ്. നീ ശങ്കിക്കേണ്ട, അവളെ ഭാര്യയായിട്ട് സ്വീകരിക്കണം എന്നുള്ള അവർ വലിയ സന്ദേശം. യോസേപ്പിന് ഇന്നത്തെ സുവിശേഷത്തിൽ ഈ ലോകത്തിൽ ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് കിട്ടിയത്. ദൈവദൂതൻ പറഞ്ഞു, നീ അവന് ഈശോ എന്ന് പേരിടണം.
നിന്റെ ഉത്തരവാദിത്വമാണ് ഈ പൈതലിന് ഈശോ എന്ന് പേരിടേണ്ടത്. മറ്റാർക്കും ലഭിക്കാത്ത, മറ്റാർക്കും അർഹതയില്ലാത്ത അത്ര മഹനീയമായ ഒരു കാര്യമാണല്ലോ യോസേപ്പിന് ലഭിച്ചത്. വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പിതാക്കന്മാര് മക്കളെ ജനിപ്പിച്ചു എന്നാണ്. അബ്രാഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യൂദായെയും സഹോദരങ്ങളെയും ജനിപ്പിച്ചു. എന്നാൽ ഈശോയിൽ എത്തുമ്പോൾ അവൻ ജനിച്ചു എന്ന് മാത്രമാണ് പറയുന്നത്. അവനെ ആരും ജനിപ്പിച്ചതല്ല, അവൻ ജനിച്ചു. പുരുഷന്റെ ഇച്ഛയിൽ നിന്ന് പിറന്നവനല്ല, ദൈവത്തിൻ്റെ റൂഹായാല് മറിയത്തിൻ്റെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട പൈതലാണ്. അതുകൊണ്ടാണ് അവന് ഈശോ എന്ന് പേര് നൽകേണ്ടി വന്നത്. യേശുവ എന്ന എബ്രായ ഭാഷയിലും യേശു എന്ന ഗ്രീക്ക് ഭാഷയിലും ഈശോ എന്ന അറമായ ഭാഷയിലും പറയുന്നതിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്: രക്ഷകൻ, എല്ലാ ജനങ്ങളെയും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അങ്ങനെ യോസേപ്പ് ഇന്നത്തെ തിരുവചനത്തിലൂടെ ലോകത്തിൽ എല്ലാവർക്കും ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന വ്യക്തിയായിട്ട് മാറി. അവൻ മർത്യശരീരത്തെ തൻ്റെ പാർപ്പിടമാക്കിയത് ഈ ലോകത്തിലെ എല്ലാവർക്കും രക്ഷ നൽകാൻ വേണ്ടിയാണ്. യോസേപ്പ് വാക്കുകൾ കൊണ്ട് ഒന്നും നമ്മെ പഠിപ്പിച്ചിട്ടില്ല. യോസേപ്പിനെ കുറിച്ച് തിരുവചനവും അധികമൊന്നും പറയുന്നില്ല. യോസേപ്പിന് മൗനമാണ്. തിരുവചന ഗ്രന്ഥകാരന്മാർക്കും ഏതാണ്ട് യോസേപ്പിനെ കുറിച്ച് മൗനം തന്നെയാണ്. അവരാരും വാചാലനായിട്ടില്ല. ആ ഒരു മൗനം നമുക്ക് രക്ഷാകര പദ്ധതിയുടെ അകക്കാമ്പാണ് നൽകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. യോസേപ്പിന്റെ മൗനം, it was conversation with God. ദൈവത്തോടുള്ള വർത്തമാനം പറച്ചിലായിരുന്നു. അമ്മ ത്രേസ്യ ആ വിലായില് പറഞ്ഞു വെച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മാതൃക ആവശ്യമെങ്കിൽ നസറേത്തിലെ മരപ്പണിക്കാരനായ ജോസഫിനെ ഗുരുവായിട്ട് സ്വീകരിക്കുക. നസറേത്തിലെ മരപ്പണിക്കാരൻ, തെക്തോൺ എന്ന് ഗ്രീക്കിൽ, ഒരു സാധാരണ മരപ്പണിക്കാരൻ എന്നാണ്. ആ സാധാരണ മരപ്പണിക്കാരനെ ഗുരുവായിട്ട് സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയും. അഗ്നിമയനായ മാർ ഇഗ്നാത്യോസ് പറയുന്നു, ലോകത്തിൻ്റെ പ്രഭുവായ സാത്താനിൽ നിന്ന് ദൈവം മറച്ചു വെച്ച ദിവ്യരഹസ്യമാണ് മറിയത്തിനും യോസേപ്പിനും നൽകിയത്. അതാണ് പൈതലിൻ്റെ ജനനം. യൽദെ ദ് മാറൻ ഈശോ മിശിഹ, രക്ഷകനായ ഈശോയുടെ ജനനം. ഈ ദിവ്യരഹസ്യത്തിൻ്റെ സൂക്ഷിപ്പുകാരനാണ് മാർ യോസേപ്പ്. യോസേപ്പാണ്
ഈ രഹസ്യത്തെ ഒറ്റ വാക്കിൽ, ഈശോ എന്ന വാക്കിൽ സംഗ്രഹിച്ചത്. 2000 വർഷങ്ങളായിട്ട് നമ്മൾ ആ വാക്കിൻ്റെ അർത്ഥം, ഈശോ എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. യോസേപ്പിന്റെ മൗനം മനുഷ്യരോടുള്ള കേവലം ഒരു അകൽച്ച പാലിക്കലല്ല, മർത്തമറിയത്തോടുള്ള യോസേപ്പിന്റെ ഓരോ ചലനവും ദൈവത്തോടുള്ള ആലോചനയിൽ നിന്നാണ് വന്നത്. അദ്ദേഹം ദൈവത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ആണ് പകലും രാവും കഴിഞ്ഞുകൂടിയത്. അത്യുന്നതനോടുള്ള ആ സംഭാഷണമാണ് അദ്ദേഹത്തെ വ്യത്യസ്തനായ ഒരാളാക്കി മാറ്റുന്നത്. വാസ്തവത്തിൽ ഇന്നാണ്, ഡിസംബർ 22-നാണ് യോസേപ്പിന്റെ ഓർമ്മ നമ്മളും ആചരിക്കേണ്ടത്. നീ അവന് ഈശോ എന്ന് പേരിടണം എന്ന് ദൈവത്തിൻ്റെ സ്വരം ദൈവദൂതന്മാർ വഴി യോസേപ്പ് കേട്ട നിമിഷമാണ്. യോസേപ്പിന്റെ ആധ്യാത്മികമായ ദർശനം വലിയ ആഴമുള്ളതാണ്. ഞാൻ അതിനെ സൂചിപ്പിച്ചല്ലോ, ഡൈവോഴ്സിന്റെ ഈ കാലഘട്ടത്തിൽ നമ്മൾ മാർ യോസേപ്പിനെ കൂടുതലായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ഒരു നിമിഷം സംശയം തോന്നിയാലും അദ്ദേഹത്തിൻ്റെ രാത്രികളെ ആ സംശയത്തിലൂടെ കടത്തിവിട്ടില്ല. നിദ്രകള് ദർശനങ്ങളുടേതായി മാറുകയായിരുന്നു, കാഴ്ചപ്പാടുകളുടേതായി മാറ്റുകയായിരുന്നു. മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട എന്നുള്ള ആ കാര്യം, രണ്ടുപേർക്കും പിരിയാൻ ആവശ്യമായ കാരണങ്ങളെല്ലാം ഉണ്ടായിരുന്നല്ലോ. യോസേപ്പ് വേണ്ട വിധം അതുവരെ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല. മറിയത്തിന് അഹങ്കരിക്കാമായിരുന്നു, എൻ്റെ ഉദരത്തിൽ ദൈവമാണ്. രണ്ടുപേർക്കും മതിയായ കാരണങ്ങളുണ്ട്, ആവശ്യത്തിലേറെ കാരണങ്ങളുണ്ട്. വയറ്റിൽ ദൈവത്തെ കൊണ്ടു നടക്കുന്ന ഒരു സ്ത്രീക്ക് എന്താണ് പറയാൻ പറ്റാത്തത്? പക്ഷേ നമ്മളിവിടെ കാണേണ്ട ഒരു വലിയ സത്യം, അവരിരുവരും ആ കുഞ്ഞിലേക്ക് ശ്രദ്ധിക്കുക. രണ്ടുപേരുടെയും ചിന്തകളെല്ലാം ആ കുഞ്ഞിലേക്ക് ഒഴുകി വരികയാണ്. ദൈവം നൽകിയ ആ പൈതലിലേക്ക് അവരുടെ കരുതലുകൾ അരുവികൾ പോലെ പൊട്ടിയൊഴുകുകയാണ്. ഇന്നും നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ, വീട്ടിലുള്ള കുഞ്ഞുങ്ങളിലേക്ക് മാതാപിതാക്കൾക്ക് നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിക്കാൻ സാധിച്ചാൽ ഒരു ഡൈവോഴ്സും പിന്നെ ആവശ്യമായിട്ട് വരികയില്ല. കുഞ്ഞുങ്ങളെ ഓർത്ത് അവരോട് നല്ല വാക്കുകൾ പറഞ്ഞ് കുഞ്ഞുങ്ങളോടൊപ്പം ചിന്തിച്ചാൽ ഡൈവോഴ്സിന്, സെപ്പറേഷന് അവിടെ ഒരു പ്രസക്തിയുമില്ല. കുട്ടികളോടുകൂടെ ആയിരിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലാണ്, പർദീസായിലാണ്. കുഞ്ഞുങ്ങളോടുകൂടെ മാതാപിതാക്കൾ എത്രമാത്രം ചേർന്ന് നിൽക്കുവാൻ പരിശ്രമിക്കുന്നുവോ അപ്പോഴാണ് അവരുടെ വിവാഹ ജീവിതത്തിൻ്റെ മാഹാത്മ്യം അവർ മനസ്സിലാക്കുന്നത്.
ആ കുഞ്ഞുങ്ങളിലാണ് അവര് ഒറ്റ ശരീരമാണ്. ആ കുഞ്ഞിലാണ് ഇരുവരുടെയും ജീവൻ ഒന്നിച്ചു ചേരുന്നത്. അവിഭാജ്യമായ ബന്ധം ആ കുഞ്ഞിലാണ്. അങ്ങനെ നമ്മൾ കുടുംബങ്ങളെ സുഭദ്രമാക്കുമ്പോൾ എത്രയോ സന്തോഷപ്രദമായ രീതിയിലൂടെയാണ് മാതാപിതാക്കൾക്കും മക്കൾക്കുമൊക്കെ ജീവിക്കാൻ സാധിക്കുന്നത്. നമ്മളുടെ കുടുംബങ്ങളുടെ വലിയൊരു പ്രത്യേകത അതുതന്നെയാണ്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും കുഞ്ഞുങ്ങളോടൊത്ത് അവർ സമർപ്പിതരെ പോലെ പെരുമാറുകയും ചെയ്യുമ്പോഴാണ് തിരുക്കുടുംബം ആകുന്നത്. മാർ യോസേപ്പിൻ്റെ മൗനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന ആ വലിയ സത്യം നമ്മൾ വിട്ടുകളയരുത്. യോസേപ്പിനോട് ദൈവദൂതൻ പറഞ്ഞ ആ ഒറ്റ വാക്കാണ് എല്ലാ കുർബാനകളുടെയും എല്ലാ യാമപ്രാർത്ഥനകളുടെയും അടിത്തറ. ഈശോ. ഈശോ എന്ന വാക്കാണ് പൗരസ്ത്യ സഭകളെല്ലാം ഈശോനാമ പ്രാർത്ഥനകളായിട്ട് ഉപയോഗിച്ചത്. നമ്മളും അപ്രതീക്ഷിതമായ വേദനകൾ ഉണ്ടാകുമ്പോഴെങ്കിലും എൻ്റെ ഈശോയെ എന്ന് വിളിക്കാറുണ്ട്. അത് ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. പുരാതന സഭകളുടെ ഈശോനാമ പ്രാർത്ഥനകൾ എല്ലാ ദേറാകളിലും ആശ്രമങ്ങളിലും സമർപ്പിതരുടെ ഇതര സമൂഹത്തിലും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഈശോ മാർ വാലാഹ് യസ്രാഹും അലൈ. ഈശോ എൻ്റെ ദൈവവും എൻ്റെ കർത്താവും. അത് യോസേപ്പ് പൈതലിനെ വിളിച്ച പേരും തോമാസ് ശ്ലീഹ ഉരുവിട്ട കീർത്തനവുമാണല്ലോ. ഈശോ എൻ്റെ കർത്താവും എൻ്റെ ദൈവവും. ഇന്ന് നമ്മൾ ഇവിടെ നമ്മളുടെ സഭ നമുക്കായിട്ട് മാർ യോസേപ്പിൻ്റെ ഈ തിരുവചന ഭാഗം പരിശുദ്ധ കുർബാനയ്ക്ക് നൽകുമ്പോൾ നമ്മൾ യോസേപ്പിനെ കൂടുതലായിട്ട് പഠിക്കാനുള്ള ഒരു ആഹ്വാനമാണ് നൽകുന്നത്. ഈശോ എന്ന ആ രഹസ്യത്തിൻ്റെ അടിസ്ഥാനപരമായ മാനങ്ങളിലേക്ക് നിരന്തരം നമ്മൾ ഒഴുകി എത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ്. പരിശുദ്ധ പിതാക്കന്മാര് പറഞ്ഞു വെച്ചിട്ടുണ്ട്, സെയിന്റ് ജോസഫ് ഈസ് ദ സേവിയർ ഓഫ് ഹിസ് സേവിയർ. അവന്റെ രക്ഷകന്റെ അല്ലെങ്കിൽ നമ്മളുടെ രക്ഷകന്റെ സേവിയറാണ്, രക്ഷകനാണ് മാർ യോസേപ്പ്. സെയിന്റ് ജോസഫ് ഈസ് ദ സേവിയർ ഓഫ് ഹിസ് ആൻഡ് അവർ സേവിയർ. ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരനായ വ്യക്തി യോസേപ്പ് ആയിരുന്നു. യോസേപ്പിനോടുള്ള ഭക്തി സുവിശേഷങ്ങളുടെ, ആശ്രമ പ്രസ്ഥാനങ്ങളുടെ, മൗന പ്രാർത്ഥനകളുടെ എല്ലാം അടിത്തറയാണ്. മറ്റ് വിശുദ്ധന്മാർക്ക് ദൈവം നൽകിയിട്ടില്ലാത്ത ഒട്ടനവധി കരിസ്മാത്താകള്, ദാനങ്ങള് യോസേപ്പിന് നൽകിയിട്ടുണ്ട്. ഇറ്റലിയിലെ വെറോണയിൽ ഒരു വലിയ ഭക്തനാണ്. നമ്മുടെ പാലക്കാരെ പോലെയാണ്. എല്ലാ സന്ധിയിലും പ്രാർത്ഥനയുണ്ട്. മക്കളും മാതാപിതാക്കളും തമ്മിൽ നല്ല ഇഷ്ടമാണ്. വലിയ മാതാപിതാക്കളെ നല്ലപോലെ സംരക്ഷിക്കുന്നു. എല്ലാ സന്ധികളിലും അവർ പ്രാർത്ഥിക്കും. ഇവര് മാർ യോസേപ്പിൻ്റെ വലിയ ഭക്തന്മാരായിരുന്നു.
ഈ വെറോണ ദേശം മുഴുവനും അങ്ങനെയാണ്. മറിയം സ്റ്റെപ്പിനോട് വലിയ ഡിവോഷനുണ്ട്. ഈ കുടുംബാംഗങ്ങൾ മരണപ്പെട്ട് സ്വർഗത്തിൻ്റെ കവാടത്തിൽ എത്തി സ്വർഗപ്രവേശനത്തിനായിട്ട് നോക്കി നിൽക്കുന്നതാണ് ഒരു ഇറ്റാലിയൻ ഗ്രന്ഥകാരൻ്റെ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം. അവർ സ്വർഗത്തിൻ്റെ വാതിലിലെത്തി. പത്രോസ് അവിടെ വരികയാണ്. കാര്യങ്ങൾ തിരക്കി. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മരണപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞു, നിങ്ങളുടെ ഭക്തരായിരുന്നുവെന്ന് ഇതുവരെയും മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. നിങ്ങൾ ഒരിക്കൽ പോലും എൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചിട്ടില്ല. നിങ്ങളെ ഞാൻ അറിയുന്നില്ല. നിങ്ങൾ എങ്ങനെയാണ് ഈ സ്വർഗത്തിൻ്റെ വാതിൽക്കൽ വരെ എത്തിയത് എന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇവർക്ക് വലിയ വിഷമമായി. ഇവർ ജീവിതം മുഴുവൻ മറിയ യോസേപ്പിന് സമർപ്പിച്ചവരാണ്. അവർ പത്രോസിനോട് ചോദിച്ചു, ഇവിടെ യോസേപ്പുണ്ടല്ലോ, സ്വർഗമാണല്ലോ, ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ അനുവദിക്കാമോ? അപ്പോഴും പത്രോസ് തർക്കിക്കുന്നതാണ് ഗ്രന്ഥകാരൻ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ ഇവർ നിർബന്ധം പിടിച്ചു, ഞങ്ങൾക്ക് യോസേപ്പിനെ ഒന്ന് കാണണം. ഏതായാലും ഞങ്ങളുടെ ജീവിതം മുഴുവൻ യോസേപ്പിന് വേണ്ടി സമർപ്പിച്ചവരാണ്. അങ്ങനെ പത്രോസ് യോസേപ്പിനെ വിളിക്കുന്നതാണ് അതിൻ്റെ അവസാന ഭാഗം. അവരെ സംസാരിച്ച് ഏതാണ്ടൊരു വാഗ്വാദം പോലെ വരുമ്പോൾ യോസേപ്പ് കട്ടിയായിട്ട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒന്നുകിൽ ഇവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ പെട്ടുപോകും. അതാണ് യോസേപ്പ് പറഞ്ഞത്. ഒന്നുകിൽ എൻ്റെ ഭക്തരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം, അല്ലെങ്കിൽ ഞാൻ മറിയത്തെയും ഈശോയെയും കൂട്ടി വേറൊരു വീട് പണിയും. വലിയ അർത്ഥങ്ങൾ നമുക്ക് നൽകുന്ന ഒരു കഥയാണല്ലോ, ചരിത്രമാണല്ലോ. യോസേപ്പിനോടുള്ള ഭക്തിയുടെ പ്രാധാന്യം എത്ര വലുതാണെന്ന് ആ ഗ്രന്ഥത്തിലൂടെ ആ ഗ്രന്ഥകാരൻ നമുക്ക് കാണിച്ചു തരികയാണ്. മറിയ യോസേപ്പ് പൈതലിനെ ഈശോ എന്ന് പേര് വിളിച്ചപ്പോൾ അതിനപ്പുറത്തേക്കുള്ള ദൈവശാസ്ത്ര ചിന്തകളൊന്നും പിന്നീട് ആർക്കും പറയാനില്ലല്ലോ. ആ പറഞ്ഞതിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ മാത്രമേ ഉള്ളൂ. പൗലോസ് മാർപ്പാപ്പ ഒരിക്കൽ പ്രസംഗിച്ചു, സഭ യോസേപ്പിനെ തൻ്റെ സംരക്ഷകനായി ഏറ്റുപറയുന്നു. കാരണം യോസേപ്പിൽ നിറഞ്ഞ് വിളങ്ങിയ സുവിശേഷ യാഥാർത്ഥ്യങ്ങളായിരുന്നു ഒരിക്കൽ സഭയിലും ഉണ്ടായിരുന്നത്. ഇന്നത്തെ സഭയിലേക്ക് ആ സുവിശേഷ മൂല്യങ്ങൾ തിരിച്ച് കൊടുക്കാനായിട്ട് യോസേപ്പിനെ നമ്മൾ കൂട്ടുപിടിക്കണമെന്ന് നമ്മളും ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ ഈ തിരുവചനത്തിലൂടെ യോസേപ്പിനെ കൂട്ടുപിടിക്കുകയാണ്. തിരുസഭയുടെ അർത്ഥം എന്താണെന്നും ഈശോ എന്ന വാക്കിൻ്റെ വ്യക്തിയുടെ അർത്ഥം എന്താണെന്നും നമ്മൾ കാണുകയാണ്. നമ്മൾ തേടൂറിൻ്റെ കുർബാനക്രമത്തിലേക്ക് കയറുമ്പോൾ അതിലെ ഓരോ വാക്യവും ഈ ഈശോ എന്ന വാക്കിൻ്റെ വ്യാഖ്യാനങ്ങളാണ്. അതിമനോഹരമായ കുർബാനക്രമമാണ്.
അതിലെ എല്ലാ പ്രാർത്ഥനകളും ഈ ദൈവിക രഹസ്യത്തിൻ്റെ വ്യാഖ്യാനങ്ങളാണ്. Even when Joseph is sleeping, he is taking care of the church എന്ന് ബെനഡിക്ട് പിതാവ് എഴുതിയിട്ടുണ്ട്. ജോസഫ് ഉറങ്ങുമ്പോഴും സഭയുടെ സംരക്ഷകനാണ്. The church gathers around Joseph. മാറിയോസേപ്പിന്റെ ചുറ്റും ഗ്യാദർ ചെയ്യുന്ന ഒരു സഭ, ഒരു ഗ്യാദറായിട്ട് എല്ലാവരെയും വിളിച്ചു ചേർക്കുന്ന ശക്തിയായിട്ട് നിൽക്കുന്ന യോസേപ്പ്. അതാണ് ഇന്ന് തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. യോസേപ്പിൻ്റെ മധ്യസ്ഥ ശക്തി തിരുസഭയ്ക്ക് എന്നും വലിയ പുണ്യവും കൃപയുമാണ്. മെക്സിക്കോയിൽ ഒരു ചെറിയ ചാപ്പലുണ്ട്, ലൊറേറ്റോ ചാപ്പൽ എന്നാണ് പേര്. സാന്താ ഫേ, ന്യൂ മെക്സിക്കോ, USA ഭാഗമായിട്ടുള്ള അതൊരു കല്യാണ ചാപ്പലാണ്. ആ ചാപ്പലിൽ ഒരു പ്രത്യേക തരത്തിലുള്ള സ്പൈറൽ ഷേപ്ഡ് സ്റ്റെയർ കേസ്, ഗോവണിപ്പടി ഉണ്ടതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഗോവണിപ്പടി വളരെ വലുതാണ്. അനേകം മടങ്ങ് ചുറ്റി ചുറ്റി ചുറ്റിയാണ് അത് ആളുകൾ കയറി ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. അതിൻ്റെ പ്രത്യേകത, ആ ഗോവണിപ്പടി തടി കൊണ്ടാണ്. ഒറ്റ ആണി പോലും അതില്ല. അതിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗം ഒരു സൂചിമുന പോലെ തറയിൽ സ്പർശിക്കുക മാത്രമാണ്. മുകളിലേക്ക് വലിയ സ്പൈറലായിട്ട് കറങ്ങിയുള്ള ഭൂമിയാണ്. അവരുടെ വലിയൊരു വിശ്വാസം ഇത് ഞാൻ ആദ്യം സൂചിപ്പിച്ച നസറേത്തിലെ ആ കാർപ്പൻ്റർ തെക്തോർ യോസേപ്പിനോട് ബന്ധപ്പെട്ട ഗോവണിപ്പടിയാണ്. യോസേപ്പ് സ്വർഗത്തിലേക്ക് നമുക്ക് കയറിപ്പോകാനുള്ള ഒരു വലിയ സൗധം പണിത് തന്നിരിക്കുകയാണ്. ആണികളൊന്നുമില്ലാത്ത, അത് ഭൂമിയിൽ സ്പർശിക്കുന്നുണ്ടെന്ന് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ മാത്രം മനസ്സിലാകുന്ന ആ ഗോവണിപ്പടി, അതിൻ്റെ ശില്പി മാറിയോസേപ്പാണെന്നാണ് അവരുടെ പാരമ്പര്യവും അടിയുറച്ച വിശ്വാസം. നമുക്ക് മാറിയോസേപ്പിൻ്റെ ആ ഒരു വിശുദ്ധിയും നീതിബോധവും എല്ലാം സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കാം. ബെനഡിക്ട് പിതാവ് പലപ്പോഴും പ്രസംഗിച്ചു, ജോസഫിൻ്റെ സൈലൻസ് സ്പീക്സ് വോളിയൂംസ്. അദ്ദേഹത്തിൻ്റെ നിശബ്ദത അനേകം വാല്യങ്ങൾ, ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതി ചേർത്ത് നമുക്ക് തന്നതുപോലെയാണ്. ആ സൈലൻസ്, മൗനം. നമ്മൾ മൗനം പാലിക്കുന്നത് പിണങ്ങാനല്ല, ഈശോയുടെ ഹൃദയം, ദൈവത്തിൻ്റെ സ്വരം ഒക്കെ അറിയാനും കേൾക്കാനും വേണ്ടിയാണ്. നമ്മളിവിടെ ഈ തിരുവചന പ്രഘോഷണ നാളുകളിൽ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഈശോയുടെ വാക്കുകൾ കേൾക്കുകയായി. എത്രയോ വലിയ ബലമാണ് അത് നമുക്ക് പകർന്ന് നൽകുന്നത്. യോസേപ്പും മറിയവും പൈതലായ ഈശോയും ഈ ദിവസങ്ങളുടെ എല്ലാം നമ്മളുടെ ചിന്താവിഷയവും ചർച്ചാവിഷയവുമാണ്. അതുകൊണ്ടാണ് തിരുസഭ യൽദായ്ക്ക് തൊട്ടടുത്തുള്ള തിരുപ്പറവയ്ക്ക് തൊട്ട് പിറകിലുള്ള ദിവസത്തിൽ നീ അവനെ ഈശോ എന്ന് പേരിടണം. നമ്മൾ കുഞ്ഞുനാൾ മുതൽ കേട്ട് പഠിച്ച് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പരമായ സുറിയാനി വാക്കാണല്ലോ ഈശോ.
നമുക്കെന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് അതായിരിക്കട്ടെ. മറിയം യോസേപ്പ് കാണിച്ചു തന്ന മാതൃക, മറിയം കാണിച്ചു തന്ന മാതൃക, അവരുടെ കുഞ്ഞിലേക്ക് അവരുടെ എല്ലാ സന്തോഷവും സങ്കടങ്ങളും ചേർത്ത് വയ്ക്കുക. അപ്പോൾ അവിടെ ഉപേക്ഷിക്കലിൻ്റെയോ വെറുപ്പിൻ്റെയോ അവസരം ഒന്നുമില്ല. ദൈവിക രഹസ്യങ്ങളുടെ സംരക്ഷകരായിട്ട് മാറുവാനുള്ള അവസരങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങൾക്ക് മറിയം യോസേപ്പും മർത്തുമറിയവും ഈശോയും കൂടുതൽ ശക്തി നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതിനുവേണ്ടി അധ്വാനം ചെയ്ത നമ്മളുടെ ഷാജിയച്ഛൻ, വെള്ളമരുതകളച്ഛൻ, അദ്ദേഹത്തിൻ്റെ ടീം, ഇവരെല്ലാം രാത്രിയും പകലും ഇവിടെയാണ്. അച്ഛൻ, പ്രത്യേകിച്ച് ബേത്താനത്തച്ഛന്, കരിസ്മാറ്റിക് പ്രവർത്തകർ, പ്രാർത്ഥനാ ഗ്രൂപ്പുകാർ, ഈ ഇടവകക്കാർ, പ്രത്യേകിച്ചുള്ള ഇടവക, ഇങ്ങനെ ഒരുപാട് ആളുകളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ നമുക്ക് സ്വസ്ഥമായിട്ട് ഭരിക്കാൻ സാധിക്കുന്നത്. വളംദാനച്ഛൻ്റെ തിരുവചന പ്രഘോഷണം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് തുളച്ച് കയറുന്നതാണ്. അത് സഭയുടെ പ്രബോധനങ്ങളോട് ചേർത്തുമാണ് അച്ഛൻ പ്രഘോഷിക്കുന്നത്. ഞാൻ ആദ്യം ഇത് ഉദ്ഘാടനം ചെയ്ത ദിവസം തന്നെ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കാനുള്ള 2 വഴികളാണ്. ഒന്ന് എഴുതപ്പെട്ട ബൈബിളും നമ്മൾ ആഘോഷിക്കുന്ന കുർബാനകളും, അല്ലെങ്കിൽ നമ്മൾ വാമൊഴിയായിട്ട് പറഞ്ഞ് 2000 കൊല്ലങ്ങളായിട്ട് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പാരമ്പര്യങ്ങൾ. അത് രണ്ടും ഒരുപോലെ ചേർത്ത് പിടിക്കുമ്പോഴാണ് ദൈവവചനം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നതെന്ന് രണ്ടാമത്തെ ജ്ഞാനസ്നാനോസ് പഠിപ്പിക്കുന്ന കാര്യവും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. നിങ്ങളെല്ലാവരെയും മറിയം യോസേപ്പിനും പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധ അൽഫോൻസാമ്മയ്ക്കും സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ